ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുഞ്ഞമത്തി, അതായത് ചെറിയ മത്തി കൊണ്ട് അച്ചാറുണ്ടാക്കുന്നൊരു റെസിപ്പിയുമായിട്ടാണ്. കൂടാതെ നമുക്ക് മറ്റൊരു റെസിപ്പിയും കൂടി ഉണ്ട്, നമുക്ക് പതിയെ കാണാം കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം, സുഖമല്ലേ? നമ്മളും ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ മീൻ നല്ല മസാലയൊക്കെ ഇട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് പൊടികൾ, മുളക്, മഞ്ഞൾപ്പൊടി, കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. സിമ്പിളാണ്, കേടൊന്നും വരില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. കുറച്ച് സുറുക്ക ഒഴിക്കുക, വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, സംഭവം സെറ്റാണ്. ഇനി നമുക്ക് ബട്ടർ ചിക്കനാണ്. അപ്പോൾ അതിന് ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ പേസ്റ്റ് ഇടുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളകും പൊടി, നമ്മൾ എരിവിനനുസരിച്ച് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം. ഉപ്പ്, ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഹെൽത്തി ഫുഡ് തന്നെ കൊടുക്കാമല്ലോ. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. നല്ല മിക്സ് ആക്കിയിട്ട് ചിക്കന്, എല്ലില്ലാത്ത കഷ്ണം ഒന്നും കൂടി ബെറ്റർ. ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്ത് കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബട്ടറിലാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കേണ്ടത്. അതാണ് ബട്ടർ ചിക്കൻ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം. അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ചിക്കന് ഒരു ഹാഫ് വേവിൽ നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വലിയുള്ളി, ഒരു ഏകദേശം 2-3 വലിയുള്ളി കേട്ടോ. വല്യുള്ളി, തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു കാഷ്നട്ട്, അതായത് അണ്ടിപ്പരിപ്പ്, ഒരു 10-20 എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായി അരച്ചെടുക്കാവേ. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അതും കൂടി മിക്സ് ചെയ്തിട്ട് അല്പം ബട്ടറും ചേർത്താൽ, കസ്തൂരി മേത്തിയും കൂടി കുറച്ചും കൂടി ഇടണം കേട്ടോ. കുറച്ചിട്ടാൽ അത് അടിപൊളി ടേസ്റ്റിൽ വരും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഫ്രഷ് ക്രീം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് കൂടുതൽ ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കസ്തൂരി മേത്തിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി ചിക്കനും കൂടി ഇട്ടാൽ നല്ല ബട്ടർ ചിക്കൻ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ ഓക്കെ, ബൈ.